അവൾ വിചാരിച്ച പോലെയൊന്നും അല്ല. അവളുടെ ജീവിതത്തിൻ്റെ ഉള്ളിലേക്ക് ഇറങ്ങിപ്പോകുമ്പോഴേ അവളുടെ പ്രയാസങ്ങൾ അറിയുള്ളൂ. അവളെ ഞാൻ ചേർത്ത് പിടിക്കുക എന്ന് പറഞ്ഞാൽ ആരിഫത്തുള്ള ഇസ്ലാമല്ല എന്നുറപ്പായി. ഞാൻ ആഖിറം ലക്ഷ്യം വെക്കാൻ പറഞ്ഞു ചെയ്ത വാക്കുകൾ പുല്ലുപോലെ തള്ളിക്കളഞ്ഞ താത്ത എന്ന് കമൻറ്റ് ചെയ്തപ്പോൾ ജിപ്പോടാ മഞ്ഞ ഈ ആരിഫയോട് ഞാനൊന്നും പറഞ്ഞില്ല. എന്നിട്ടാണോ നിനക്ക് ഞാൻ കമൻറ്റ് ചെയ്യുന്നത്? എൻ്റെ പേരിൽ വ്യാജ പ്രചാരണം നടത്തിയതിൻ്റെ പേരിൽ സുധീസ് വ്ലോഗ് എന്ന് പറയുന്ന നിൻ്റെ ചാനൽ വളരെയേറെ പ്രയാസപ്പെടും. അല്ലെങ്കിൽ അത് ഞാനാണ് എന്നുള്ളത് നീ തെളിയിക്കണം. അങ്ങനെ നമ്മുടെ സൗജത്ത് തള്ള വീണ്ടും ആരിഫയുമായി കോൾ സംഭാഷണം പുറത്തു വന്നു. ഇതിൽ പ്രധാനമായി പറയുന്നത്, സാജിദ വയനാട്ടിലേക്ക് പ്രമോഷൻ വർക്കിന് പോയ സ്ഥാപനത്തിലേക്ക് ഞാൻ വിളിച്ചു ചോദിച്ചു എന്നാണ് ഈ തള്ളച്ചി പറയുന്നത്. എന്നോട് നിരന്തരമായി അങ്ങോട്ട് വിളിച്ച് അന്വേഷിക്കുക എന്ന് പറഞ്ഞ് ശല്യപ്പെടുത്തിയത് ഈ തള്ളച്ചിയാണ്. ആ വോയിസുകൾ എൻ്റെ കയ്യിലുണ്ട് തള്ളെ. അള്ളാഹുവിനെ സാക്ഷി നിർത്തി നിങ്ങൾ ചോദിച്ചിട്ടില്ല പറഞ്ഞിട്ടില്ല എന്ന് പറയുകയാണെങ്കിൽ ഞാനത് പുറത്തു വിടാം. കുഴിയിലേക്ക് കാലും നീട്ടിയിരിക്കുന്ന ആരിഫ, നിന്റെ ഭർത്താവിനെ പറഞ്ഞാൽ മതി നീ ഇങ്ങനെ ആയത് പറയാൻ മാത്രം വളർന്നത്, അതും സത്യം പറഞ്ഞതിൻ്റെ പേരിൽ. ഈ സൗജത്തിന് എന്നോടുള്ള ദേഷ്യം ഞാൻ തെളിയിച്ചു തരാം. ആ റഹൂഫ് എന്ന് പറയുന്ന ചെറ്റനെ വേഗം ബ്ലോക്ക് ചെയ്ത് ഒഴിവാക്കുക. ഭയങ്കര വലിയ സെറ്റാണ്. കാരണം കണ്ട പല പെണ്ണുങ്ങൾക്ക് കായ് കൊടുത്ത് അവൻ്റെ പണി തന്നെ അതാണ്. ഓരോരുത്തർക്ക് വിളിച്ച് കായ് കൊടുക്കുക, എന്നിട്ട് അവരെ വശീകരിക്കുക, എന്നിട്ട് അവരുമായിട്ട് ഇങ്ങനെ, മനസ്സിലായ? വേറെ ഒരു പെണ്ണിൻ്റെ കാര്യം എൻ്റെ അടുത്ത് പറയാൻ വേണ്ടി വരണ്ട. അതുകൊണ്ട് എന്നെ കൊണ്ട് വേറെ ഒന്നും പറയാൻ വരണ്ട. ആര് ഈ പറഞ്ഞ റൌഫിനോട് കോണ്ടാക്ട് ഉണ്ടെങ്കിലും എനിക്കത് വിഷയമല്ല. മനസ്സിലായില്ലേ? നിങ്ങൾക്കത് വിഷയമല്ല എന്നുള്ളത് എനിക്കറിയാം ഊളത്തള്ളേ. നിങ്ങൾക്ക് ആകെയുള്ള പ്രശ്നം സാജിദയുടെ പുരോഗതിയാണ്. സാജിദയെ നല്ലത് പറഞ്ഞ സൗജത്ത് തള്ളയുടെ വാക്കുകൾ ഇനി നിങ്ങൾക്ക് കേൾക്കണം. നമ്മൾ വിചാരിച്ച പോലെയൊന്നും അല്ല. അവളുടെ ജീവിതത്തിൻ്റെ ഉള്ളിലേക്ക് ഇറങ്ങിപ്പോകുമ്പോഴേ അവളുടെ പ്രയാസങ്ങൾ അറിയുള്ളൂ. അവളെ ഞാൻ ചേർത്ത് പിടിക്കുക എന്ന് പറഞ്ഞാൽ മരിച്ച ആൾ പോയി. 5 യത്തീം കുട്ടികളാണ്. അപ്പം നഷ്ടപ്പെട്ടതൊന്നും ആർക്കും തിരിച്ച് കിട്ടില്ല. അങ്ങനെയാണ് ഞാനും വിചാരിക്കുന്നത്. നിങ്ങൾ പറഞ്ഞ പോലെ നമ്മൾ എന്തിനും സബൂർ ചെയ്യുക. അപ്പം തരുന്നതൊക്കെ പടച്ചവനല്ലേ. അപ്പോൾ ആ കുട്ടിയിൽ ഒരു കുട്ടി മാത്രം, ഏറ്റവും ഇളയ കുട്ടി മാത്രം ഇപ്പോൾ സ്കൂളിൽ പോയി LKG UKG പോയിക്കൊണ്ടിരുന്നതാണ്. അപ്പോൾ അതിന് ഇത്തിരി സുഖമില്ലാത്തതുകൊണ്ട് ഇപ്പോൾ വീട്ടിൽ നിൽക്കുകയാണ്. അപ്പോൾ മറ്റുള്ള കുട്ടികളൊക്കെ പറഞ്ഞ പോലെ എത്തിങ്ങാനിൽ നിന്നൊക്കെ വന്നിട്ടൊക്കെയാണല്ലോ ഹോസ്പിറ്റലിലൊക്കെ. അതായത് ഞാനും ഹോസ്പിറ്റലൊക്കെ പോയി. ഞാൻ 2 ദിവസം ഹോസ്പിറ്റലിൽ കൂടെ നിൽക്കാമെന്ന് പറഞ്ഞിട്ടാണ് പോയത്. അപ്പോൾ ഞാനാണെങ്കിലും കയ്യിൽ ബാഗ്, തോളിൽ കൂടെയുള്ള ബാഗ് കൈ വേദന കൊണ്ട് ഇട്ടിട്ട് നിൽക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് വേണ്ട താത്ത വന്നാൽ തന്നെ വലിയ കാര്യം എന്ന് പറഞ്ഞു. എന്തോ ഒരു ചെറിയ പൈസ എൻ്റെ കയ്യിലുണ്ടായിരുന്നുള്ളൂ, അത് കൊടുത്തിട്ട് വന്ന്. എനിക്കിപ്പോഴും പറയാനുള്ളത് അവൾക്കൊരു വീടായി കാണണം എന്നുള്ളൊരാഗ്രഹവും കൂടിയുണ്ട്. എവിടെയെങ്കിലും എന്തെങ്കിലും ആരെങ്കിലും വീഡിയോ കണ്ടിട്ടോ അല്ലെങ്കിൽ നിങ്ങളെപ്പോലുള്ള ആരോടെങ്കിലും പറഞ്ഞിട്ടോ എന്തെങ്കിലും ചെയ്തു കൊടുക്കുക. യത്തീമായ മക്കളല്ലേ, അതേ വിചാരിക്കുന്നു. അങ്ങനെ ഈ തള്ളയുടെ സിമ്പതിയും മറ്റും പിടിച്ച് സാജിദ നിൽക്കുകയാണെങ്കിൽ സാജിദ ഇപ്പോഴും നല്ല കുട്ടിയായിരിക്കും ഇവർക്ക്. ഈ തള്ളയെല്ലാം മനുഷ്യവർഗത്തിൽപ്പെട്ടത് തന്നെയാണോ? 5 മക്കളെ പോലും ഓർക്കാതെ ആ പെണ്ണിനെ നശിപ്പിക്കാൻ വേണ്ടി കച്ചകെട്ടി ഇറങ്ങിയിരിക്കുന്നു. ഇവരെ മൂട് താങ്ങാൻ മലപ്പുറം തെറി പറയുന്ന ആരിഫ തള്ള ബേജാറാകണ്ട. നിങ്ങൾക്കെന്നും എൻ്റെ വക ഓരോ വീഡിയോ ഉണ്ടാകും. ഞാൻ താനൂരുകാരനാണ് എന്നുള്ളത് എൻ്റെ ചാനൽ പരിശോധിച്ചാൽ തന്നെ അറിയും. അതിലുള്ള സൂഫി സോങ്സ് എല്ലാം ഏത് പ്രദേശത്തുള്ളതാണെന്ന് ബുദ്ധിയുള്ളവർക്ക് മനസ്സിലാകും. പിന്നെ എൻ്റെ നാട് പറഞ്ഞ് നിങ്ങൾ ആരെയാണ് പേടിപ്പിക്കുന്നത്? നിങ്ങൾ ഇങ്ങോട്ട് വരുന്നോ? ഞാൻ നിങ്ങളെ കാത്തിരിക്കുകയാണ്. ഹറാമായ മുഖം ജനങ്ങളെ കാണിച്ച് നരകത്തിലേക്ക് പോകുന്ന നിങ്ങളെല്ലാം എന്ത് പറയും തള്ളേ? തള്ളേ എന്ന് വിളിക്കുന്നതിൽ ഒരു തെറ്റുമില്ല. കാരണം നിങ്ങളൊക്കെ തള്ളച്ചികൾ തന്നെ, ആരിഫയും നിങ്ങളും എല്ലാം. പിന്നെ നിങ്ങളെക്കാളും മോശമാണ് ഈ ആരിഫ. എന്തെന്നാൽ കുഴിയിലേക്ക് കാലും നീട്ടിയിരിക്കുന്ന നേരത്താണ് മേക്കപ്പും പുട്ടിയെല്ലാം ഇട്ട് മുഖം മിനുക്കി ചുണ്ടും ചുവപ്പിച്ച് ഇരിക്കുന്നത്. ചുണ്ട് ചുവപ്പിക്കൽ വേശ്യയുടെ ലക്ഷണമാണെന്ന് പറഞ്ഞത് ആരാണ്? നിങ്ങൾക്കറിയുമോ? എനിക്കറിയാം, ഞാനത് പറയുന്നില്ല. കാരണം അതറിഞ്ഞാൽ പിന്നെ നിങ്ങൾ ചുണ്ട് ചുവപ്പിക്കില്ല. അത് കാരണം നിങ്ങൾ നരകത്തിൽ നിന്ന് രക്ഷപ്പെടാൻ പാടില്ല. സാജിദ ഭർത്താവിൻ്റെ മരണശേഷം 5 മാസം കഴിഞ്ഞപ്പോൾ പൊന്നാണിയിലുള്ള ഒരാളുമായി രജിസ്റ്റർ ചെയ്ത് വീടെടുത്ത് താമസിച്ചു എന്ന് വെളിപ്പെടുത്തി സുധീഷ് വ്ലോഗ്. ഇതിനുള്ള ഉത്തരം നീ തന്നെ പറയണം. എന്തൊരു മോശമാണ് ഇവിടെ നിന്ന് മനസ്സിലായി. മുഖം മറച്ച സ്ത്രീകൾ നല്ലവർ, ബാക്കിയുള്ളവരൊക്കെ മോശപ്പെട്ടവർ. അങ്ങനെയൊന്നുമില്ല. പടച്ചു നോക്കുന്നത് മനസ്സ്, ഹൃദയമാണ്, അല്ലാണ്ട് വേറെ ഡ്രസ്സിങ് രീതിയോ ഒന്നുമല്ല. കുറച്ചെങ്കിലും ബുദ്ധി ഉണ്ടായിരുന്നെങ്കിൽ നിന്നെ മന്ദബുദ്ധി എന്നെങ്കിലും വിളിക്കാമായിരുന്നു. സ്വന്തം മുഖം രക്ഷിക്കാൻ വേണ്ടി മതത്തെ കരുവാക്കുന്ന നിന്റെ വാക്ക് തിരിച്ചെടുക്കാൻ തയ്യാറുണ്ടോ? യൂട്യൂബ് വിട്ട് ഓടാൻ തയ്യാറുണ്ടോ നീ? ഇവളുടെ മുമ്പിൽ ഇപ്പോൾ കുറ്റക്കാരായത് നബിയും റസൂലും ഖുർആനുമൊക്കെയാണ്. സ്ത്രീകൾ മുഖം മറക്കേണ്ടതില്ലത്രേ. അള്ളാഹു ഇവരുടെ കൽബിലേക്ക് നോക്കുമെന്ന് നിനക്ക് അള്ളാഹു നോക്കുന്ന മനസ്സുണ്ടായിരുന്നെങ്കിൽ നീ ഇവിടെ വന്നിരിക്കില്ലായിരുന്നു. ഞാൻ കൊണ്ടുപോയി കേസ് ഫയൽ ചെയ്താൽ താൻ വന്നിട്ട് എന്നോട് മാപ്പ് പറയേണ്ടി വരും. ഞാൻ നിന്റെ അടുത്ത് മാപ്പ് എൻ്റെ പട്ടി പോലും പറയില്ല. ചെയ്യാത്ത കുറ്റം എൻ്റെ തലയിൽ വച്ച് കെട്ടിയതിന് നീയാണ് കേസിൽ കുടുങ്ങാൻ പോകുന്നത്. ആരോ കമൻറ്റ് ചെയ്തത് അത് ഞാൻ ചെയ്തതാണെന്ന് പറഞ്ഞു ഊഹിച്ചത് നീയാണ്. സമൂഹത്തിന് മുമ്പിൽ എന്നെ മോശമാക്കിയതിന് നിനക്ക് ഞാൻ എന്തായാലും പണി തരും.